ഹലോ. അപ്പൊ നമ്മൾ ചേട്ടനെ എൻഗേജ്മെന്റിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോവാണ്. ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോണത്. ഇതാണ് ചേച്ചിയുടെ വീട്. നമ്മൾ അവിടെ ഇറങ്ങി ചേച്ചിനെ അവിടെ ആക്കിയിട്ടാണ് പോണത്. ചേച്ചി പ്രഗ്നന്റ് ആയാലും ചേച്ചി ട്രെയിനാണ് വരുന്നത്. ചേച്ചിയും ചേച്ചി ചയ്യോ അമ്മച്ചിയും ഉണ്ട് ട്രെയിന്. അങ്ങനെ അവർ 4 പേരും കൂടി ട്രെയിനാണ് വരുന്നത്. നമ്മൾ ഇത്രയും പേരാണ് ട്രാവലറിൽ പോണത്. വണ്ടിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങി. ചേട്ടന്മാരും പാറും എല്ലാവരും കൂടി അവിടെ തകർക്കണ്ടി പാട്ടുപാടി. വലിയവരുടെ അർമാദം കഴിഞ്ഞപ്പോ പിള്ളേരെ അങ്ങോട്ട് ഇറങ്ങി. ഇടയിൽ ചേട്ടന്മാർക്ക് ട്രോളി ബാഗും ചെരുപ്പും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ഒരു കടയിൽ കയറി. അവിടെ ഞങ്ങളും ബാഗുകളൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും അടിച്ചു പൊളിച്ച് യാത്ര തുടങ്ങി. സൂര്യൻ്റെ പൊന്നിൻ്റെ മടിയിലേക്കുണ്ട്. പൊന്ന് ചേച്ചിയുടെ മോളാണ്. പിന്നെ ചേട്ടനുണ്ട്, മൂത്ത ചേട്ടൻ വല്യമ്മയുടെ മോനാണ്. മൂത്ത ചേട്ടൻ ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ പാറുണ്ട്, മാരി ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ ഷാബു ചേട്ടനുണ്ട്. ഷാബു ചേട്ടൻ ഇവിടെ ചേച്ചിയുടെ ഭർത്താവാണ്. എൻ്റെ വല്യമ്മയുടെ 2ാമത്തെ മോനാണ്. ആളുടെ എൻഗേജ്മെന്റിനാണ് നമ്മൾ പോണത്. അത് പകർക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ കളിച്ച്. ഇത് വിളിച്ചനാണ് വല്യമ്മയുടെ ഭർത്താവ്. ചേട്ടന്മാരുടെ അച്ഛനാണ്. ആളടിച്ച് പൊളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് എവിടെ എത്തിയിട്ടോ, നമ്മൾ ശിവഗിരിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. നാളെ കാലത്ത് അപ്പോൾ തൊഴിലിട്ടൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്തത്. അങ്ങനെ കാലത്തായി ഇതേ എല്ലാവരും റെഡി ആവലൊക്കെ തുടങ്ങി. അപ്പോൾ വലിച്ചൻ ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് റേവയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു ഉപ്പുമാവ് ഉണ്ടാക്കാണ്. സായത്തിന് പാറും ശനിയമ്മയും കുട്ടമാമനും പിന്നെ പരിമളച്ചേട്ടൻ്റെ അച്ഛനും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ വെച്ച് ഉണ്ടാക്കി. വലിച്ചന് പിന്നെ എവിടെ പോകുമ്പോഴും ഇതുപോലെ ഉണ്ടാക്കണം. അതിന് സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ടൂർ പോകുമ്പോഴേക്കും പോവാറ്. അങ്ങനെ പിന്നെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞത് എല്ലാവരും ചായയൊക്കെ കുടിക്കാണ്. അങ്ങനെ ഇത് ഞങ്ങളുടെ കുട്ടമാമനാണ്. ഞങ്ങളുടെ ആകെയുള്ളൊരു മാമനാണ്, അമ്മായിയുമാണ്. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ റെഡി ആവാനായിട്ട് പോയി. ഇവിടെ എല്ലാവരും റെഡിയായി. പാറു റെഡിയായി. ഇത് ചേട്ടൻ്റെ ഭാര്യയാണ്. ചേച്ചിയൊക്കെ റെഡി ആയിട്ട് വന്നു. കുഞ്ഞളാൻ്റെ അമ്മയും ശനിയമ്മയൊക്കെ റെഡി ആയിട്ട് ഇതാണ് ചെക്കനും റെഡി ആയി കഴിഞ്ഞു. അമ്മമാര് അവിടെ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ട്. കണ്ണൻ ചേട്ടൻ സൂര്യനെയും കൊണ്ട് പോവാണ്. തത്ത അവൾ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും റെഡി ആയതിനു ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ശിവഗിരി കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവാണ്. അങ്ങനെ പിള്ളേര് സെറ്റുകളും എല്ലാവരും റെഡി ആയി കയറിയിട്ടുണ്ട്. ഇത് അമ്മായി, ചേച്ചി, പൊന്നു, ഇതാണ് വല്യമ്മ, മൂത്ത വല്യമ്മയാണ് ശീലമച്ചി. ഇത് സന്ധ്യ ചേച്ചി, മാഡി, അമ്മ, ഇത് എൻ്റെ അമ്മയാണ്. പിന്നെ ഇത് പരിമളച്ചേട്ടൻ്റെ അമ്മ, ശ്രുതി ചേച്ചി, കുട്ടനുണ്ട്, ശ്രുതി ചേച്ചിയുടെ മോനാണ്. പിന്നെ കുഞ്ഞളാൻറ്റി, പാറുവിൻ്റെ അമ്മയാട്ടോ കുഞ്ഞളാൻറ്റി, തത്ത, പിന്നെ ഗ്രീഷ്മ ചേച്ചിയുടെ ചേച്ചി. അങ്ങനെ നമ്മൾ ശിവഗിരിയിലെത്തി തൊഴുതിട്ട് പോവാന്നാ പറഞ്ഞത്. മേടേക്ക് പോണതിൻ്റെ സമയം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങടേക്ക് പോണതിൻ്റെ നമ്മൾ ശാരദാദേവിയുടെ അവിടേക്ക് പോണേ. പേര് തിപ്പിൻചേട്ടൻ, പൊന്നു, തത്തേൻ്റെ മോളും ഹസ്ബൻഡുമാണ് അത്. പിന്നെ നമ്മൾ മേലേക്ക് കയറി. അവിടെ ഇതാട്ട ശാരദാദേവിയുടെ അമ്പലം. ഇവിടെ തൊഴുത് നമസ്കരിച്ചിട്ടൊക്കെ പോണേ.
അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ തൊഴുത് ഇറങ്ങി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ പറഞ്ഞത്. ചേച്ചിയുടെ വീട്ടിലേക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു കേട്ടോ. അപ്പം നമ്മളിവിടെ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി. എൻ്റെ ഇത് ചേച്ചിയുടെ ചേട്ടനും ഭാര്യയാണ്. എന്നിട്ട് നമ്മൾ പിന്നെ അവിടെ ഇറങ്ങി. ഇത് ഈ കാണുന്നത് ചേച്ചിയുടെ കൊച്ചനും മാമന്മാരും ഒക്കെയാണ്. ഇത് അമ്മച്ചിയാണ്, അമ്മയുടെ അമ്മ. നമ്മൾ നേരത്തെ എത്തി. അപ്പം നമ്മൾ ചേച്ചീനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറി. ഇതാണ് കേട്ടോ ചേച്ചി. നമ്മളത് റിംഗ് എക്സ്ചേഞ്ചിനും ജാതകം മാറാനൊക്കെ അദ്ദേഹത്തേക്ക് കയറാണ്. അമ്മേനെ നടക്കരുത്. ഇതാണ്ട് ഞങ്ങളുടെ അമ്മച്ചി, അമ്മമാരുടെ അമ്മ. ഞങ്ങൾ എന്നിട്ട് എനിക്ക് തോന്നി കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി എന്തേ അമ്മമാരിരിക്കാൻ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടമാമനാണ്. അവിടെ മാമൻ, മൂത്ത വല്യമ്മ, അമ്മ, സന്ധി ചേച്ചി, കുഞ്ഞലാൻറ്റി, അമ്മായി. ഇത് സിബിയുടെ അച്ഛനും ചേച്ചിയാണ്. സിബിയുടെ വീട് അവിടെ എടുത്താ, പാറിൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് പുറപ്പെട്ടുട്ടോ. ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് തകർത്താണ് പോകുന്നത്.